നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്ക് അഭിയെ നഷ്ടപ്പെടും, നിന്റെ ജീവിതവും നഷ്ടപ്പെടും. അഭിമോ വരട്ടെ, ഇനി നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അംബാലികയെ ഒരിക്കലും നന്നാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ കൂടെ ജീവിക്കണ്ട. എന്റെ അമ്മ, ഇതുപോലുള്ള അവതാരങ്ങളാണ് വീടിനും നാടിനും ശാപം. അഭി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു സേതു ഏട്ടാ. ഫോണിലൂടെ പറഞ്ഞ് ടെൻഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇതുപോലുള്ള വിഷയങ്ങളൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കരുത് ബാമേ. അപ്പൊ തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കണം. ഭാവന അംബാലികയെ തല്ലിയിരുന്നെങ്കിൽ ഇനി അതായിരിക്കും അടുത്ത പ്രശ്നം. ഇല്ലമ്മേ, അവരിത്രയും വലിയൊരു ചതിയാ നമ്മൾ രണ്ട് കുടുംബത്തിനോടും ചെയ്തത്. അതിന്റെ പേരിൽ ഭാവന തല്ലിയെങ്കിൽ അത് നന്നായെന്നേ ആരും പറയൂ. എന്തിന്, ഒരിക്കലും അമ്മയെ അവർക്ക് നല്ലപോലെ കൊടുത്തതല്ലേ. നിങ്ങൾ ആരും കരുതുന്ന പോലെ അല്ല അഭിയുടെ അമ്മ. കഴിഞ്ഞതെല്ലാം മറന്നതുപോലെ അഭിനയിക്കാൻ ഇത്രയും കഴിവുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത് ഭാമ പറഞ്ഞ ശരിയാ. അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ആ വീടിന്റെ പരിസരത്ത് പോലും പിന്നെ പോകത്തില്ലായിരുന്നു അമ്മ. പക്ഷെ അവരോ എത്ര തവണയാ പിന്നെ ഇവിടെ വന്നത്? അത് പുതിയ എന്തെങ്കിലും പണി ഒപ്പിക്കാൻ വേണ്ടിയുള്ള വരവാമായ ദൈവാധീനം കൊണ്ടാണ് ഒന്നും നടക്കാതിരുന്നത്. ഇല്ലെങ്കിൽ തന്നെ ഓണത്തിന്റെ അന്ന് ഭാമയോടൊപ്പം അംബാലിക ഇവിടെ ആരെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നോ? അമ്മ നിർബന്ധം പിടിച്ച എന്നെ കൊണ്ട് ഡ്രസ്സ് എടുപ്പിച്ചതും ഇവിടേക്ക് കൊണ്ടുവന്നതും. അന്നേ എന്തെങ്കിലും കണക്കൂട്ടൽ നടത്തി വെച്ചിട്ടുണ്ടാവും. എന്റെ മക്കളുടെ